നവംബർ 16. മലയാള സിനിമയുടെ ഇതിഹാസ താരമായിരുന്ന ജയൻ മരിച്ചിട്ട് ഇന്നത്തേക്ക് 45 വർഷം. ഒരു പക്ഷേ ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്ക് അത്ര സുപരിചിതമല്ലാത്തതും എന്നാൽ 70കളുടെ പകുതിയിൽ അന്നത്തെ യുവജനങ്ങളുടെ ഹരമായി മാറിയ യുവജനങ്ങൾക്കിടയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ച ഒരു മലയാള സിനിമ നടൻ ജയൻ. യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സാഹസികതയുടെയും അമാനുഷികതയുടെയും പര്യായമായിരുന്നു ജയൻ. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിൽ ജനിച്ചു. സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നേവിയിൽ 15 വർഷത്തോളം പെറ്റി ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. സൈനിക ജീവിതം നൽകിയ അച്ചടക്കവും ശാരീരിക ക്ഷമതയും സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറി. 1974 പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലേക്കുള്ള കാൽവയ്പ്. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി അധികം വൈകാതെ തന്നെ നായക വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു. 1970കളുടെ അവസാനത്തിൽ പുറത്തിറങ്ങിയ അങ്ങാടി പോലുള്ള ചിത്രത്തിലൂടെ അദ്ദേഹം സൂപ്പർ താര പദവിയിൽ എത്തുകയായിരുന്നു. അക്കാലത്ത് മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരം അഭിനയ ശൈലിയായിരുന്നു ജയന്റേത്. അനായാസമായ മാസ് ഡയലോഗുകളും സാഹസികമായ ആക്ഷൻ രംഗങ്ങളും അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്ക് തന്നെയായിരുന്നു. ശബ്ദവും ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തെ മറ്റു നടന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തി. ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ സാഹസിക രംഗങ്ങൾ ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ 1980 നവംബർ 16 കോളിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഫൈറ്റ് സീനിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചു. കേവലം 6 വർഷം മാത്രമാണ് അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിച്ചതെങ്കിലും 100ഓളം സിനിമകൾ ചെയ്യുകയും സ്വന്തമായി ഒരു അഭിനയ ശൈലി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമായി മാറി. ജയൻ എന്നും മലയാളികൾക്ക് ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി ഒരു കാലഘട്ടത്തിലെ സിനിമാ സംസ്കാരത്തിന്റെ ഒരു ഐക്കൺ തന്നെയായിരുന്നു.